അസ്സലാമലൈക്കും. അപ്പോൾ എന്താ എല്ലാവരും വർത്താനം സുഖമല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഇവിടെയൊക്കെ മഴ ചെയ്തിട്ടോ ഉച്ചയ്ക്ക് ഉറങ്ങിച്ചപ്പോൾ ഒരു പൂതിട്ടാ നൂഡിൽസ് ഉണ്ടാക്കി തന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാരണം എന്താണെന്നല്ല അതേമാതിരി തന്നെ കേട്ടോ, നല്ല മഴയൊക്കെ പെയ്തൊന്ന് അമർത്തിക്കണം കേട്ടോ. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂട് നൂഡിൽസൊക്കെ തിന്നാൻ നല്ല രസമല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പൂതി വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. പിന്നെ നമുക്ക് പൂതി ഉണ്ടായാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നണം. നമുക്ക് ഉണ്ടാക്കി തരാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ ആരും കാത്തു നിന്നിട്ടും കാര്യമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ കയറി മണ്ടന് എടുക്കാനല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാനൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് എണീച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൈപോഡുമ്മേ ഫോൺ വെച്ച് വന്ന് ഇങ്ങനെ അടുക്കളയുടെ വാതിൽ തുറന്ന് ഇങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇല്ല അങ്ങനെ എന്നിട്ട് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇറങ്ങി വന്നപ്പോഴെല്ലാം അറിയുന്നത് വാതിലവിടെ തുറന്നിട്ടേന്നിട്ട് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ വാതിലടച്ചിട്ട് പിന്നെ ഞാൻ കയറി മണ്ടിയിട്ടാ. എന്നിട്ട് പിന്നെ ഇങ്ങനെ എൻ്റെ വരവ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും ഭയങ്കര അഭിനയമാണ് എന്നൊക്കെ. എന്തായാലും ഈ യൂട്യൂബർമാരൊക്കെ സമ്മതിക്കണം കേട്ടോ. അതേമാതിരി അഭിനയിച്ചിട്ടല്ലേ ഓരോ വീഡിയോസുകളൊക്കെ എടുക്കുന്നത്. അങ്ങനെ വിചാരിച്ചും ചെയ്തിട്ടാണ്. കാരണം നമ്മൾ 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ കാണുന്ന വീഡിയോ എന്തൊരു സുഖമല്ലേ. പക്ഷെ അത് ഷൂട്ട് ചെയ്യുന്ന ഓല ബുദ്ധിമുട്ട് എന്താണെന്ന് ഓൾക്ക് മാത്രം അറിയുള്ളൂ കേട്ടോ. അതെന്തായാലും എനിക്ക് മനസ്സിലായിട്ടാണ്. കാരണം ഈ ഒരു വാതിലടക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കയറി ഇറങ്ങി മണ്ടുന്നത്. പൊതുവേ എനിക്ക് കയറി ഇറങ്ങാൻ മടിയാട്ടോ മേലെ. പിന്നെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ടാണ് അത്രയും കഷ്ടപ്പെട്ട് ഇറങ്ങി മണ്ടിയായിരുന്നു. എന്തായാലും എൻ്റെ അഭിനയം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഏകദേശമൊക്കെ സെറ്റായിട്ടാണ്. ഒരു വാതിൽ തുറക്കണ വീഡിയോ എടുക്കാനുള്ള ഒരു കഷ്ടപ്പാടല്ലേ. എന്തായാലും വാതിലൊക്കെ തുറന്ന് അടുക്കളയിൽ എത്തിയിട്ട് എന്നിട്ട് പിന്നെ പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ വെള്ളം തിളക്കണ നേരം കൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ. ഞാൻ ചൂടുവെള്ളമാട്ടോ വെച്ചിട്ടുണ്ട്, പിന്നെ പെട്ടെന്ന് തിളക്കുമല്ലോ. അങ്ങനെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ആ ട്രെക്കിൻ്റെ പണി കിട്ടിയത് എന്താണെന്നല്ല, ആ താഴെ കിടക്കണേന്ന് കേട്ടോ. 4 കോഴിമുട്ട കുറേ കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കൂട്ടാ. ഞാനത് ഫ്രിഡ്ജ് തുറന്നോട് കൂടി ഒരു കോഴിമുട്ട നിലത്ത് കൂടെ പൊട്ടി. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ മേലത്തെ തട്ടുണ്ടാവില്ല, നമ്മൾ അളക്കാൾ വെക്കണം, ആ തട്ട് പൊന്തിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുമ്പോൾ ഡോറ് തുറക്കുമ്പോഴും അടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇളകുമല്ലോ. അപ്പോൾ അങ്ങനെ കോഴിമുട്ട നിലത്ത് വീണ് പൊട്ടിയതാട്ടാ. പിന്നെ അത് നേരാക്കാൻ വേണ്ടി നിന്നിട്ടാ. എന്തൊരു പണിക്ക് ഇറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടകശനി എന്ന് പറയുന്ന മാതിരിയായിട്ട് എൻ്റെ ഒരവസ്ഥ. അപ്പം മയത്ത് വേഗം നൂഡിൽസ് ഉണ്ടാക്കി തിന്നാലോ വെച്ചിട്ട് ഇറങ്ങി വന്നേ ചെയ്തിട്ടാ. വന്നപ്പോൾ അതാട്ടാ അവസ്ഥ. പിന്നെ അത് തുടച്ച് നേരാക്കാനുള്ള പരിപാടിയായിട്ടാണ്. എന്തെങ്കിലും ചെറിയ പണിയാണെങ്കിൽ അതിൻ്റെ 7 ഇരട്ടി പണിയേക്കാരട്ടാ വരിക. എന്തായാലും അത് ഇനി അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആകെ മണത്ത് ആകെ പണി അതിലേറെ കൂടിട്ടാ. പിന്നെ വേഗം ഞാൻ അത് മുട്ടൊക്കെ അവിടുന്ന് എന്തായാലും മുറത്തിലൊക്കെ കോരിയെടുത്ത് ഒഴിവാക്കി. എന്നിട്ട് പിന്നെ ആ മുറ കഴുകട്ടെ പുറത്ത് ബാത്റൂമിൽ പോയിട്ട്. അങ്ങനെ എന്തായാലും മുറൊക്കെ കഴുകിയിട്ട് പിന്നെ നമുക്ക് അവിടെ അടിച്ചൊരു തുടച്ചിട്ടാൽ പിന്നെ അങ്ങനെ കുഴപ്പമില്ലല്ലോ. അടിച്ചു വരാനൊന്നുമില്ല, കച്ചറൊന്നും ഇല്ലല്ലോ, തുടച്ചിടാനല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും മുറൊക്കെ ഞാൻ കഴുകിയിട്ട് പിന്നെ അങ്ങനെ മുറ അവിടെ പുറത്ത് തന്നെ വെച്ചിട്ടാ. എന്നിട്ട് പിന്നെ ഞാൻ കയറി എന്നിട്ട് പിന്നെ നമ്മൾ തുടക്കണമല്ല, അവിടെ വെറുതെ അങ്ങനെ ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല. തുടച്ച് വൃത്തിയാക്കിയല്ലേ അതിൻ്റെ മണും ചൂരൊക്കെ പോവുള്ളൂ. പിന്നെ അങ്ങനെ എന്തായാലും തുടക്കാനുള്ള സീലൊക്കെ കഴിഞ്ഞിട്ടാ. അത് സീലൊക്കെ എടുത്ത് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്തിട്ടാ. അപ്പോൾ പിന്നെ ഒരു കഷ്ടക്കാലല്ലേ, എന്തെങ്കിലുമൊക്കെ തിന്നാൻ പൂതി വെച്ച് വിരിയിക്കാറ്. അപ്പം ഇങ്ങനെ പോരുമെന്ന് വരും. അപ്പോൾ ആ വന്ന പൂതി എടുക്കാൻ പോയി എന്നറിയുന്നിട്ടാ. പിന്നെ ഉണ്ടാക്കി തിന്നാനും ചടപ്പേക്കാരം. പിന്നെ നമ്മൾ ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് പിന്നെ തുറക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ മണം ഒരു വേറൊരു സൈസ് മണമല്ലേ. ഹാൻഡ് വാഷ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് സ്മെല്ലിനുള്ള ഇങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലുമൊക്കെ സംഭവം വെച്ചിട്ട് തുടച്ചെടുത്താൽ നല്ല വൃത്തിയിൽ പിന്നെ അവിടെ കടന്നോളൂ തന്നെ. പിന്നെ മണവും ഉണ്ടാവില്ല, ചൂടും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ ഹാൻഡ് വാഷൊക്കെ ഇട്ട് തുടച്ച് ഒന്ന് അവിടെ ഇടുന്നുണ്ട് കേട്ടോ ആദ്യം. അല്ലെങ്കിൽ പിന്നെ അവിടെ ചുട്ടിയിട്ട് നമ്മൾ ആകെ നടന്ന് പിന്നെ അതിലേറെ വലിയ പണിയാവും കേട്ടോ. ഇപ്പം എന്തായാലും ചെറിയ പണിയുള്ളൂ. അപ്പോൾ ആ പണി അപ്പം തന്നെ തീർക്കാതെ വരുത്തിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും തുടച്ചൊക്കെ വൃത്തിയാക്കി വന്നപ്പോൾ തന്നെ തോന്നി വേറെ ഒന്നും ഉണ്ടാക്കാതെ മുണ്ടാതെ ഒരു ഭാഗത്തിരുന്നാൽ മതിയെന്നുള്ളൊരു ഇതായിട്ടാണ്. അപ്പോഴൊക്കെ നമ്മൾ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ട് കേട്ടോ. പിന്നെ ഞാൻ നൂഡിൽസ് എടുത്തിട്ടാണ്. ഇത് പിന്നെ ലാലും ഇവിടെ വലിയ ഫാമിലി പാക്കറ്റ് നൂഡിൽസ് അങ്ങനെ കൊടുന്നേക്കലാട്ടാ. ഇവിടെ ഞാൻ തന്നെ കേട്ടോ നൂഡിൽസ് തിന്നുന്ന ആൾ. വൈകുന്നേരം ലാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരിക കേട്ടോ. എന്തായാലും ഞാനൊരു നൂഡിൽസിൻ്റെ കട്ടയിട്ട് എടുത്തിരുന്നു. അതങ്ങനെ തിളച്ച വെള്ളത്തിൽ അങ്ങനെ ആ കട്ട ഇട്ട് എടുത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, മസാല പാക്കറ്റ് മുറിച്ചൊക്കെയുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്നിങ്ങനെ ഇതേമാതിരി ഇട്ടെടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിട്ട്, അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ കടന്നോളും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ചെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്തായാലും പൊട്ടിച്ചാലും കുത്തി കൊടുക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ ഇട്ടെടുത്ത് കേട്ടോ. കാരണം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ തിന്നാനല്ലേ രസം. ചിലരിതിങ്ങനെ പൊട്ടുമുടിയൊക്കെ ആക്കിയിട്ട്, അതായത് നമ്മൾ പാക്കറ്റിൽ ഇട്ടിട്ട് തന്നെ നുറുക്കിയും കൊണ്ടിട്ട് ഇട്ടെടുക്കാം. ഞാൻ പിന്നെ അതിലൊന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ആ കട്ട വെള്ളത്തിൽ ഇട്ടെടുത്ത് എന്നിട്ട് എന്തായാലും അതവിടെ കിടന്ന് തളച്ചോട്ടെ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുത്തോണ്ട്, അല്ലെങ്കിൽ പിന്നെ ആകെ ശിവനാവും കേട്ടോ. ഒന്നിനും പറ്റാത്ത അവസ്ഥ. കരിമുട്ടയിട്ട് പിന്നെ തിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അങ്ങനെ എന്തായാലും അതിങ്ങനെ ഇടക്കും തലക്കാക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ട് പിന്നെ വെള്ളം വറ്റണത് ശ്രദ്ധിക്കണം. ഇത് അടുപ്പത്ത് വെച്ച് വേറെ ഒരിക്കലും നമ്മളെ പണി നോക്കി പോകുമ്പോൾക്ക് നൂഡിൽസിൻ്റെ പണി നോക്കിയിട്ട് പാത്രത്തിൻ്റെ അടി പിടിച്ച് അവിടെ കിടക്കും കേട്ടോ.
പിന്നെ എന്തായാലും ആ അവസ്ഥ നമ്മൾ വരുത്തിയിട്ടില്ല കേട്ടോ. വെള്ളം വറ്റിയെന്ന് കണ്ടപ്പോൾ തന്നെ അത് ഓഫാക്കി അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ടാ. പിന്നെ അവിടെ കടന്ന് ചൂടാറിക്കോട്ടെ, ആ ടൈം കൊണ്ട് നമുക്ക് വേറെ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഉള്ളി, തക്കാളി, ഒരു പച്ചമുളക് ഇട്ടാൽ ഞാൻ പിന്നെ ചെറിയൊരു ഉള്ളിയും പിന്നെ ചെറിയൊരു തക്കാളി, ഒരു പച്ചമുളകും ഇട്ട് എടുത്തേക്കുന്നത്. പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾ സാധനം എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചക്കറികൾ കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഒരു കട്ട എടുത്ത കാരണമായിട്ട് ഞാൻ ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക് എന്നുള്ളൊരു കണക്ക് വെച്ചിരിക്കുന്നത്. അതിൽ എന്തായാലും ഉള്ളി തക്കാളിയൊക്കെ തൊളിച്ച് വൃത്തിയാക്കണമല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും ഉള്ളിയൊക്കെ തൊളിച്ച്, പിന്നെ തക്കാളി ഇതിപ്പോൾ നമുക്ക് തൊളിച്ചല്ലില്ല. അങ്ങനെ പിന്നെ മുളകിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല കഴുകി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ വെല്ലുള്ളി തൊളിച്ചുമ്പോൾ രണ്ട് ഇതായിട്ട് തൊളിച്ചത് കേട്ടോ. അതായത് ആദ്യം നമ്മൾ മേലത്തെ ആ തൊലി തൊളിച്ചിട്ട് പിന്നെ അതിൻ്റെ താഴെ വരുന്ന തൊലി ഉണ്ടല്ലോ അതും കൂടി തൊളിച്ച് കളഞ്ഞു വേണ്ടിയിട്ട്. ആ കറുപ്പ് ഇത് നമ്മളെ തൊലിമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷം കേട്ടോ. അത് കാരണം ഞാൻ ആ രണ്ട് തൊലിയും കളഞ്ഞിട്ടാണ് ഞാൻ വെല്ലുള്ളി എടുക്കലുള്ളൂ. മറ്റേ ആ കറുത്ത സംഭവം വിഷം അത്രേ. അങ്ങനെയൊക്കെ ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ്. അങ്ങനെ പിന്നെ എന്തായാലും ഉള്ളിയൊക്കെ തക്കാളി മുളകൊക്കെ നല്ല കഴുകിയിട്ട് പിന്നെ ഞാൻ മുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ ആ ഒരു സെറ്റപ്പ് കേട്ടോ. എന്തായാലും അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ വെല്ലുള്ളി അരിയുന്ന പരിപാടിയല്ലോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അരിയട്ടല്ല. പിന്നെ എന്തായാലും ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിയട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം കൈമ അരിയുന്നത് കേട്ടോ. ഇങ്ങനെ ബോർഡിൽ വെച്ചിട്ടോ അല്ല ചോപ്പറിൽ വെച്ച് അരിയുന്നതൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ നേരത്താണെന്നുണ്ടെങ്കിൽ ചോപ്പറിലൊക്കെ വെച്ചിട്ട് അരിയിട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് ഇങ്ങനെ പച്ചക്കറി അരിയുന്നത് കേട്ടോ എനിക്കിഷ്ടം. ഇത് എന്തായാലും ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇടങ്ങാറായി നിന്ന് അരിയുന്നത്. മറ്റേ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ കേട്ടോ പച്ചക്കറിക്ക് അരിയുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സമാധാനത്തിൽ അങ്ങനെ ഇരുന്ന് അരിയിട്ടാ. എന്തായാലും നിന്ന് അരിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. കാരണം എനിക്കത് നിന്ന് അരിയുമ്പോൾ അത്ര സുഖമായി തോന്നലില്ല. പിന്നെ വീഡിയോ എടുക്കണമല്ലോ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എന്തായാലും നിങ്ങളൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിൽ ആകൃതിയിൽ എങ്ങനെയാ നിങ്ങൾക്ക് ഉള്ളി അരിയട്ടെ. ഇനിയിപ്പോൾ മടിയുള്ളവരാണെങ്കിൽ ചോപ്പറിലിട്ട് അരിഞ്ഞൂല, അതും കുഴപ്പമില്ല. അങ്ങനെ എന്തായാലും ഞാൻ എൻ്റെ കൈക്കിട്ടിട്ട് തന്നെ കേട്ടോ ഇങ്ങനെ അരിയുന്നത്. ഈ അരിയുമ്പോൾ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ, കത്തി കൈമ തട്ടി എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ കൈമത്തിനാകെ വരി മുറി കഴിക്കുന്നുണ്ട്. ഇതേമാതിരി ഇങ്ങനെ അരിഞ്ഞിട്ട് അമ്മ അങ്ങനെ പറയും ചോപ്പറിലിട്ട് അരിയുന്നത്. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ അരിയുന്നത് തന്നെ കേട്ടോ. ലാലൊക്കെ പച്ചക്കറി അരിയാൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ ലാലും ഇങ്ങനെ ബോർഡ് വെച്ചിട്ടാണ് അരിയുക. ലാലും ഒരു ഇതിമേടി സുഖം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ഇഷ്ടമല്ല അറിയും. കാരണം നമ്മളിങ്ങനെ കൈക്കിട്ട് ഇങ്ങനെ അരിക്കും നമുക്കൊരു ഒരു വേറൊരു ഇതാണല്ലോ. എനിക്ക് അങ്ങനെയാട്ടോ ഇഷ്ടം. ഇങ്ങനെ ആക്കത്തിന് ഇരുന്ന് ഇങ്ങനെ അരിയണം കേട്ടോ എനിക്ക് പച്ചക്കറി. അങ്ങനെ എന്തായാലും വെല്ലുവിളിയൊക്കെ അരിഞ്ഞിട്ടാ. പിന്നെ എന്തായാലും കണ്ണീരൊന്നും വന്നിട്ടില്ല. ചില ഉള്ളി അരിയുമ്പോൾ കാണാൻ പെരും ജാതി എന്താണെന്ന് പറയാം അങ്ങോട്ട് എറിഞ്ഞ് പോവാൻ തോന്നിട്ടാ. കാരണം കണ്ണിങ്ങോട്ട് നിറഞ്ഞ് വെള്ളം കാരണമുള്ള മാതിരി ആയിക്കാരട്ടെ കണ്ണ് നിറയെ. കാരണം ഉണ്ടാകുമ്പോൾ കണ്ണീരുണ്ടാവില്ല, ആവശ്യമില്ലാത്ത നേരത്തേക്കാരെ കണ്ണീരുന്ന അവസ്ഥ കേട്ടാ. ചില വെല്ലുവിളി അരിയുമ്പോൾ കാണാൻ വെറുതെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചണം. ഈ വെല്ലുവിളിക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും വെല്ലുവിളിയൊക്കെ അരിഞ്ഞ് അത് അങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ടാണ്. പിന്നെ തക്കാളി അതേമാതിരി നുറുക്കാക്കിയിട്ട് അരിയണം കേട്ടോ. നിങ്ങളെ ഇഷ്ടമാതിരി എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് അരിയാം. എന്തായാലും സംഭവം നമുക്ക് നോക്കുമ്പോൾ അതിങ്ങനെ പൊടിയായിട്ട് എന്തായാലും വെന്തോടെയുമ്പോൾ ഷേപ്പും ആകൃതിയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങളൊരു ഐഡിയക്കനുസരിച്ച് നിങ്ങളൊരു താല്പര്യത്തിനനുസരിച്ച് നിങ്ങളെ കൈ പോലെ എങ്ങനെയും ചരിഞ്ഞോളി ഇട്ടാൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് എങ്ങനെയാ വെച്ചാൽ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. എൻ്റെ കണ്ടിട്ട് അതേമാതിരി നിങ്ങൾ അരിയാൻ നിൽക്കണം കേട്ടോ. ഞാൻ എളുപ്പം പരിപാടി എൻ്റെ ഒരു സുഖത്തിനനുസരിച്ചാട്ടോ ഞാൻ അരിയുന്നതും ഒക്കെ. അപ്പോൾ എന്തായാലും പിന്നെ തക്കാളിയൊക്കെ പിന്നെ അരിഞ്ഞതാക്കട്ടെ. തക്കാളി ചെറിയ തക്കാളി തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്തിന്ന്. തക്കാളിക്കൊക്കെ ഇപ്പോൾ പിടുത്തം വിട്ട വില. തക്കാളി ആയിട്ടൊന്നും കളിച്ചാൽ നിൽക്കണ്ട, തല പോണ കേസാട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും തക്കാളിയൊക്കെ ഞാൻ ഇതേമാതിരി ചെറുതാക്കി അരിഞ്ഞ കേട്ടോ. പിന്നെ വലുതായി എന്ന് തോന്നുന്നതൊക്കെ വാടകെടുത്ത് ഇതേമാതിരിയൊക്കെ കള്ളപ്പണി എടുക്കുക, ചെറിയ പീസുകളൊക്കെ ആക്കി വെക്കുക. ഇപ്പം അങ്ങനെ വലിയ പീസാക്കി ഇട്ട് വെച്ചിട്ട് അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ നൂഡിൽസ് എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നൂഡിൽസ്. അപ്പോൾ എന്നും ഇതേമാതിരി ഒന്ന് വെള്ളം തിളപ്പിച്ച് മസാല ഇട്ടിട്ട് അങ്ങനെ വേവിച്ച് തിന്നല്ലേ. അപ്പോൾ ഒന്ന് വെറൈറ്റിക്ക് മാറ്റി പിടിച്ചത് കേട്ടോ. അതങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. പിന്നെ ഞാൻ കത്തിയിട്ട് ഇങ്ങനെ ഈ വരച്ചടിച്ചിട്ടുണ്ടാവല്ലേ, ഇത് ഞാനിങ്ങനെ മോഡലിൽ വെച്ച് കൊടുക്കട്ടെ കത്തിയിട്ട് തന്നെ. ഒരു വൃത്തിക്ക് ഇങ്ങനെ ഉള്ളി ഒരു ഭാഗത്തേക്ക്, തക്കാളി ഒരു ഭാഗത്തേക്ക്, മുളക് ഒരു ഭാഗത്തേക്ക് അങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ആക്കിയേക്കാട്ടോ. അപ്പോൾ അതാട്ടിൻ്റെ കലാവിരുദ്ധ നോക്കിക്കൊള്ളിട്ടാ. അങ്ങനെ എന്തായാലും നമ്മൾ അരിഞ്ഞ് വെച്ചതൊക്കെ അവിടെ മാറ്റി വെച്ച് പിന്നെ അതിലേക്ക് ചപ്പും പൊതിനും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എന്തായാലും നമ്മൾ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങട്ടെ. ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഫ്രൈ പാൻ്റെ ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ എടുക്കുമ്പോൾ തന്നെ കഴുകിയൊക്കെ വെച്ചുകൊണ്ടിട്ടാ. അല്ലെങ്കിൽ കൂറ് കഴിഞ്ഞൊക്കെ അരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ. നമ്മളെപ്പോൾ പാത്രം എടുക്കുകയാണെങ്കിലും ഒന്ന് ചട്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തായാലും മോര് വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ചട്ടിയൊക്കെ ചൂടായി വന്നിക്കണം. അപ്പോൾ പിന്നെ നിങ്ങളടുത്ത് ഓയിലോ വെളിച്ചെണ്ണ എന്താ ചോദിച്ചോളിട്ട്. ഞാനെന്തായാലും വെളിച്ചെണ്ണ ഇട്ട് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണക്ക് വേറെ ഒരു ടേസ്റ്റാണല്ലോ. ഇവിടെ അധികം വെളിച്ചെണ്ണ തന്നെ കേട്ടോ തിരൂര് ഉപയോഗിക്കല്. അങ്ങനെ എന്തായാലും വെളിച്ചെണ്ണ ഒക്കെ ഒന്നിങ്ങനെ ചൂടായി വരട്ടെ കേട്ടോ. അതേമാതിരി കുളക്കുളയിലൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. നല്ല ചട്ടിയെല്ലാം ചൂടായി കാരണം വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ വേഗം വെളിച്ചെണ്ണ ചൂടായി കിട്ടിട്ടോ. എന്നിട്ട് പിന്നെ വേണ്ട എന്താ വെച്ചാൽ നമ്മളിതുണ്ടല്ലോ വെളുത്തുള്ളി അത് അരിഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഞാൻ എന്തായാലും വെളുത്തുള്ളി ചതച്ചതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തു കൊണ്ടിട്ട്. ഇനി അരിഞ്ഞിട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ചതച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നു കേട്ടോ. ഈ വെളുത്തുള്ളി ഇങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണാട്ടോ, ഒരു വെറൈറ്റി മണാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ മണം. നല്ലൊരു എന്താ പറയുക, ഒരു നല്ല രസമുള്ളൊരു മണാട്ടോ. അതിനെന്തായാലും വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിട്ടാ, അല്ലെങ്കിൽ ആകെ കരിമുട്ടിയാവും കേട്ടോ. പിന്നെ ഒന്നിനും പറ്റില്ല. അതെന്തായാലും അതൊക്കെ ഒന്ന് മൂത്ത് വന്നെന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മുളകുണ്ടല്ലോ അതും പിന്നെ നമ്മൾ വെല്ലുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒപ്പം ഇട്ടെടുത്ത് കൊണ്ടിട്ടാ, അതായത് മുളകും വെല്ലുള്ളിയും. അപ്പോഴൊക്കെ നമ്മൾ വെളുത്തുള്ളി കരിയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിട്ടാ. ഇതിൻ്റെ ചെറുതായിട്ടൊക്കെ കളർ വ്യത്യാസമൊക്കെ വരാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ എന്തായാലും തീ കുറച്ച് വെച്ചിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിട്ട് അതങ്ങ് ആകെ കരിമുട്ടിയാവും. പിന്നെ എന്തായാലും അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഉപ്പ് കൂടും ചെയ്യരുത്, കാരണം നമ്മൾ നൂഡിൽസിൻ്റെ മസാലയിൽ അത്യാവശ്യം ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളെ പാകത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ടെടുത്തിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കട്ടോ. ഉപ്പിട്ടെടുത്താൽ പിന്നെ എന്താ വെച്ചാൽ ഉള്ളി വേഗം കൊണ്ട് വാടി കിട്ടിക്കോളും. മറ്റേ കുറേ ടൈം പിടിച്ചാൽ ഉള്ളി വാടാൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ കാട്ടി വെച്ചാൽ വേഗം ഉണ്ട് ഉള്ളി വാടിക്കോളും. അപ്പോൾ പിന്നെ എന്തായാലും ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കട്ടെ. എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സായി കിട്ടട്ടെ. ബിസ്ക്കത്രം കാട്ടി ഇളക്കാതെ ഒന്നും ഇരിക്കണം കേട്ടോ. ഇളക്കിയാൽ എന്താ വെച്ചാൽ വേഗം വാടി കിട്ടിക്കോളും. പിന്നെ അങ്ങനെ കുറച്ച് നേരം മൂടി വെച്ചാൽ മതിയാവും. ഞാൻ പിന്നെ മൂടി വെക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേഗം ഇത് ഉണ്ടാക്കി തിന്നണം എന്നുള്ള ആ ഒരു ഇതാണില്ല. അതിന് പിന്നെ എന്തായാലും അതിന് ഇങ്ങനെ ചിത്രവരയൊക്കെ നടത്തിയത് കേട്ടോ, ഉള്ളിയിട്ട് കളിച്ചിട്ട്. നമ്മൾ പിന്നെ എന്തെങ്കിലും ഇളക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ അതിനെന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടത്തുണ്ടല്ലോ. എന്നാൽ മാതിരി കേട്ടോ എൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഉള്ളി ഏകദേശമൊക്കെ ഇങ്ങനെ വ്യത്യാസമൊക്കെ വന്ന് ഒരു കുഴഞ്ഞ മാതിരിയായി തുടങ്ങിക്കൊടുക്കാം. നല്ല കുത്തി അടയും വേണ്ട, അങ്ങനത്തെ ഒരു പരിവം ഉണ്ടാവില്ല. എന്നാൽ വേവും വേണം. ഒരു ഇങ്ങനെ ഒരു വാടി വരുമല്ലോ ഉള്ളി, ആ ഒരു ടൈപ്പിലാവണം. അപ്പോൾ നല്ല കുത്തി അടയും ചെയ്യരുത്. അങ്ങനെ പിന്നെ എന്തായാലും ആ ഒരു ഇതിൽ എത്തി തുടങ്ങിയിരിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഉള്ളി ഇങ്ങനെ വാട്ടി ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നിൽക്കാതെ ഇളക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ വേറെ വിശേഷിച്ച് പണിയൊന്നുമില്ലാത്ത കാരണം കേട്ടോ അത് നിൽക്കാതെ ഇളക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തത് കൊണ്ടിട്ടോ ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് നിങ്ങൾ ആ പണിയെടുക്കുക, ഇതൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് പിന്നെ പണിയില്ലാത്ത കാരണം അത് ഇങ്ങനെ നിന്ന് ഇളക്കുന്നത് കേട്ടോ. പിന്നെ അതെന്തായാലും കുറച്ചൊക്കെ ഇങ്ങനെ വാടി വന്ന് ആ ഒരു കുഴഞ്ഞ പരുവത്തൊക്കെ എത്തിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒക്കെ വേഗം ഇട്ട് കൊടുക്കാൻ നോക്കിക്കോണ്ടി. ഞാൻ കേട്ട മാതിരി തണുത്തിങ്ങനെ നിൽക്കാനും നോക്കരുത് കേട്ടോ. എനിക്ക് പിന്നെ വേഗമൊന്നുമില്ല, ഞാനൊരാളൊറ്റയ്ക്ക് പെരയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ധൃതിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അങ്ങനെ ആക്കാൻ പാടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി യോജിപ്പിക്കട്ടോ. ഇപ്പോൾ പിന്നെ എൻ്റെ മാതിരി ഇളക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊള്ളിട്ടോ. എനിക്ക് പിന്നെ ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത്. ശരിക്കും മൂടി വെച്ചാൽ മതി, വേഗം വാടി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇളക്കി നിന്ന് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇളക്കി ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് വേഗം മൂടി വെക്കാൻ നേരത്തിട്ടാണ്. അങ്ങനെ പിന്നെ ഞാനീ പോയതെടുക്കാൻ വെച്ചാൽ മൂടി തപ്പി പോയതാട്ടോ. അപ്പോൾ മൂടാൻ വേണ്ടി നോക്കുമ്പോഴാണല്ലോ മൂടി അവിടെ മൂടിയും കാണാനില്ല. കാരണം പിന്നെ എന്തായാലും അപ്പുറത്ത് അടുക്കളയിൽ പോയിട്ട് മൂടിയൊക്കെ എടുത്ത് കൊടുന്ന് എന്തായാലും മൂടി വെച്ചിട്ടാണ്. പിന്നെ ചെറിയ പാത്രമായ കാരണം വലിയ മൂടി തന്നെ കേട്ടോ വെച്ചെടുത്തിരിക്കുന്നത്. അതിന് ഭാഗത്ത് മൂടിയൊന്നും തപ്പിയിട്ട് കിട്ടാനില്ല. അപ്പോൾ പിന്നെ കിട്ടിയ മൂടിയിട്ടാണ് മൂടി വെച്ചിട്ടാണ്. അങ്ങനെ എന്തായാലും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ നടുക്കൊരു കുയ്യെത്തി കൊടുക്കട്ടോ. നിങ്ങളെ ഇഷ്ടം മാതിരി ഇട്ടാൽ ഞാനൊരു കലപ്പിരുത്ത് കാട്ടി കൂട്ടിയതാട്ടാ. എവിടെ ചങ്ങക്ക് ഇതാക്കട്ടെ. അങ്ങനെ എന്തായാലും അതിൻ്റെ നടുക്ക് അതേമാതിരി ഒരു കുയ്യെത്തിയിട്ട് ഞാനതിക്ക് നമ്മളെ നൂഡിൽസിൻ്റെ മസാല ഉണ്ടല്ലോ അതിട്ടെടുത്തിട്ടാ. എന്നിട്ട് പിന്നെ അതിക്ക് ഞാൻ പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടെടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇട്ടെടുത്തോണ്ടിട്ടാ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനെന്തായാലും ചിക്കൻ മസാല ഒക്കെ ഇട്ടെടുത്തിട്ടാ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ലേശം മുളകും പൊടി ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ.
മുളകും പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോണ്ടി. ഞാൻ എന്തായാലും എനിക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ മല്ലിപ്പൊടി അതേമാതിരി കുറച്ച് മതി കേട്ടോ, 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂണോട്ട് ആവും വേണ്ട, ആ ഒരു ടൈപ്പിൽ. നിങ്ങളൊരു എരിവും പുളി നിങ്ങളൊരു ചുവക്കനുസരിച്ച് നിങ്ങൾ മസാലകളൊക്കെ ഇട്ടെടുത്തോണ്ടിട്ടാ. ഇതിലിടേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അളവും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇൻ്റെ കണ്ടിട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പിന്നെ എന്തായാലും അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതൊക്കെ കൂടെ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നല്ല ഇളക്കി യോജിപ്പിക്കണം, നല്ല തൊട്ട് അതിൻ്റെ ചുവയും പുളിയൊക്കെ എല്ലായിടത്തേക്ക് എത്തുള്ളൂ. പിന്നെ എന്തായാലും ഇങ്ങനെ നിന്ന് ഇളക്കി കൊണ്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എൻ്റെ പിന്നെ നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ എനിക്ക് ഈ നൂഡിൽസ് ഉണ്ടാക്കി തന്നത് എപ്പോഴൊന്നും ഉണ്ടാക്കി തന്നില്ല കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്നത്. പിന്നെ എനിക്കിങ്ങനെ ചടച്ചിട്ട്, കാരണം എന്നും ഈ നൂഡിൽസ് ആകുമ്പോൾ രസമില്ലല്ലോ. പിന്നെ അതേമാതിരി ഇങ്ങനെ ഫോണിൽ കളിച്ചിരുന്നപ്പോഴാട്ടോ ഒരു വീഡിയോ കണ്ടു, നൂഡിൽസ് ഉണ്ടാക്കുന്ന വെറൈറ്റി മസാല നൂഡിൽസ് ഉണ്ടാക്കാനായിട്ടൊരു വീഡിയോ കണ്ടു. അപ്പോൾ ആ കണ്ടപ്പോൾ പൂതിയാവൽ തുടങ്ങി കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ. അതേട്ടാ പിന്നെ ഉറക്കത്തുനിന്ന് നീച്ചപ്പോൾ നൂഡിൽസ് തിന്നാനൊരു പൂതിയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും മസാല ഒക്കെ വെന്ത് വന്നാൽ മണമൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചപ്പും പുതിനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ആ ടൈം കൊണ്ട്. അപ്പോൾ പിന്നെ ആ നൂഡിൽസ് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എന്തായാലും അടുപ്പത്തുള്ള പരിപാടിയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോണ്ടിട്ടാ. കുട്ടികളും മക്കളെന്ന് അടുപ്പിൻ്റെ അടുത്ത് ഘടിപ്പിച്ചെടുത്തിട്ട്, കാരണം 8ൻ്റെ പണി കിട്ടും. അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കാട്ടട്ടെ. മസാല ഒക്കെ റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് നൂഡിൽസ് അതിലിട്ടിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കട്ടോ. പക്ഷെ എനിക്കത് വലിയൊരു വൃത്തി തോന്നില്ല കേട്ടോ. എനിക്ക് തോന്നിയത് അതിൽ നൂഡിൽസ് ആദ്യം വേവിച്ച് വെച്ചിട്ട് പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്ത് അതിൽ നല്ല ടേസ്റ്റായി തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ അങ്ങനെയായിട്ട് ചെയ്തത്, എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ ചെയ്യണേട്ടാ. എനിക്കൊരു വൃത്തിയായി തോന്നിയത്. നമ്മൾ എളുപ്പപ്പണി നോക്കിയിട്ട് കാര്യമില്ല, ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ എന്തായാലും എനിക്കിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. എനിക്കൊട്ട് തികഞ്ഞില്ല, സത്യം പറഞ്ഞാൽ അതേ ഉണ്ടായത് കേട്ടോ, തികഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. എന്നും പിന്നെ ഒരുപോലെ ഉണ്ടാക്കി തിന്നണ കാരണം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി തിന്നാൻ. കാരണം നമ്മൾ വെള്ളം തിളപ്പിച്ച് ഈ മസാല ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഈ നൂഡിൽസ് ഇട്ട് വേവിച്ചാൽ തിന്നുക, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ചടപ്പേന്ന് കിട്ടില്ല. ആരും അത് കുറേ ദിവസമായിട്ട് വേഗം കൊടുന്ന് വെച്ചിട്ട് ഇതേമാതിരി എപ്പോഴേലൊക്കെ പൂതിയാകുമ്പോൾ അങ്ങനെ എടുത്ത് തിന്നലായിരുന്നു കേട്ടോ. മറ്റേ ഞാൻ സ്ഥിരം തിന്നില്ല കേട്ടോ. പക്ഷെ അത്ര നല്ലതൊന്നുമല്ല കേട്ടോ നൂഡിൽസ് തിന്നുന്നത്. പക്ഷെ നല്ലതല്ല എന്ന് പറയുന്ന സംഭവങ്ങൾ തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക ഇഷ്ടമായി കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ കേട്ടോ. തിന്നാൻ പാടില്ലാത്ത സാധനങ്ങളോടാട്ടോ ഭയങ്കര ഇഷ്ടം. എന്നിട്ട് പിന്നെ എന്തായാലും കുറച്ച് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതിൽ, കാരണം അതിൻ്റെയൊക്കെ ടേസ്റ്റ് കേട്ടോ ഇതിൽ മെയിനായിട്ട് വരിക. പിന്നെ തോനെ ഒഴിച്ചെടുത്താൽ അതിൻ്റെ ചൊവയേ കിട്ടുള്ളൂ കേട്ടോ, മറ്റേ മസാലയുടെ ചൊവയൊന്നും കിട്ടില്ല. അപ്പോൾ അത്യാവശ്യത്തിന് ഒഴിച്ചെടുത്താൽ മതി. പിന്നെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചോദിച്ചെടുത്തോളൂ കേട്ടോ. അതിന് പിന്നെ എന്തായാലും ഞാൻ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് അതിൻ്റെ സോസ് ഭയങ്കര ഓവറാകുമ്പോൾ എനിക്ക് അതിൻ്റെ ചൊവ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ പാകത്തിന് കുറച്ച് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതെന്തായാലും ഒഴിച്ചെടുത്തിട്ട് നല്ല ഇളക്കി നല്ല യോജിപ്പിക്കണം കേട്ടോ. മറ്റെന്താ വെച്ചാൽ മസാല അവിടെ ഇവിടെയും പിടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ രസം എന്താണെന്ന് നമ്മൾ അറിയില്ലല്ലോ. ഓരോരുത്തരും അതിൻ്റെ മസാല പിടിച്ചപ്പോഴായിട്ട് അതിൻ്റെ രസം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും നല്ല ഇളക്കി കൊടുത്തോണ്ടിട്ട്, ഇളക്കണേൽ പുസ്കത്തിനൊന്നും കാട്ടാൻ നിൽക്കരുത്. ടേസ്റ്റിൽ തിന്നണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. അല്ലാതെ ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി തരുവെച്ചിട്ട് നോക്കി നിന്നിട്ടും കാര്യമില്ല. ഉണ്ടാക്കി തരികയാണെങ്കിൽ കഴിച്ചില്ലായി, ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തിന്ന് തന്നെ വേണം കേട്ടോ. ഞാൻ പിന്നെ എന്തായാലും ഞാൻ ഈ കഷ്ടപ്പെട്ടുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ എന്നും വേവിച്ച് തിന്നണ കാരണം എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നൂഡിൽസ് തിന്നാൻ. പിന്നെ കൊടുന്ന് വെച്ചല്ലേ, സാധനം നാസാക്കി കളയാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ചെയ്ത് നോക്കിയിട്ട് തന്നെ വേറെ കാര്യം, എങ്ങനെ ഉണ്ട് എന്താ ഏതെന്നൊക്കെ നോക്കാമല്ലോ, അവർ പറയുന്ന സത്യം ഉണ്ടല്ലേ എന്നൊക്കെ അറിയാലോ എന്നൊക്കെ കരുതിയിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുന്നത്. ഇതെന്തായാലും നമ്മൾ പരത്തി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയ സംഭവങ്ങളൊക്കെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കരുതിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയ സാധനങ്ങളൊക്കെ അതേമാതിരി ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമുക്ക് മടുക്കുണ്ട്, കാരണം തിന്ന ക്ഷീണം കൊണ്ട് നമുക്ക് പണിയെടുക്കാൻ മടിയാവും. അപ്പോൾ പിന്നെ പരത്തി വെച്ചതും വൃത്തികേടാക്കിയൊക്കെ ആദ്യം നേരാക്കാൻ കരുതിയിട്ട് അങ്ങനെ എടുത്ത സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ തന്നെ അതേമാതിരി കയറ്റി വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ മോറാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കൊക്കെ ഇട്ടിട്ട് പിന്നെ മോറാൻ വേണ്ടി വന്നിട്ടാണ്. പിന്നെ എന്ത് ചെറിയ സാധനം ഉണ്ടാക്കുകയാണെങ്കിലും പാത്രങ്ങൾ പരക്കണ വഴി എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. എടുക്കുമ്പോൾ ബോധം ഉണ്ടാവില്ല, മോറുമ്പോഴാവും കരുതാവും ഇതൊന്നും എടുക്കണ്ടേനു എന്നൊക്കെ തോന്നിട്ടാ. പിന്നെ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല, എടുത്ത പാത്രം പരത്തിയിട്ട് പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ പരത്തിയ പാത്രം മോറല്ലാതെ യാതൊരു നിവൃത്തിയില്ല, ആരും മോറൂലല്ല. ഇപ്പം നമ്മൾ പരത്തി വെച്ചിട്ട് മോറാൻ ഒരാൾ വരുമില്ല, ആരും നമ്മളെ കാക്കൂല. അപ്പം പിന്നെ നമ്മൾ പരത്തിയത് നമ്മൾ തന്നെ വൃത്തിയാക്കണമല്ലോ.
അങ്ങനെ പിന്നെ എന്തായാലും പരത്തി വെച്ച പാത്രം നമ്മൾ തന്നെ മോറി വെക്കാൻ നിർത്തിയിട്ടാ. ഞാൻ എന്തായാലും പരത്തിയതൊക്കെ മോറി വെച്ച് പിന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ നമുക്ക് സമാധാനത്തോട് കൂടി ഇരുന്ന് തിന്നാം. മറ്റേ തിന്നുമ്പോൾ ഉള്ള ടെൻഷൻ ഒന്നും എന്തായിക്കാരം അത് വൃത്തിയാക്കണമല്ലോ, ഇനിയിപ്പോൾ അവിടെ തുടച്ച് വൃത്തിയാക്കി പാത്രം മോറണം, ആ ഒരു ചിന്ത കാരണം നമുക്ക് തിന്നുന്ന സാധനത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമ്മളറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടാൽ പിന്നെ ആസ്വദിച്ച് സമാധാനത്തോട് കൂടി ഇരുന്ന് തിന്നാലാന്നൊക്കെ കരുതിയിട്ട് ഞാൻ എന്തായാലും പാത്രമൊക്കെ മോറി വെച്ചിട്ട്, അത്ര തോനെ പാത്രമൊന്നും ഇല്ല, ഒരു പ്ലേറ്റും ആ ഉണ്ടാക്കിയ പാത്രങ്ങൾ അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഉള്ള പാത്രങ്ങൾ അപ്പൊക്കെ മോറി വെച്ചാൽ നമുക്ക് അത്ര വലിയ പണിയായി തോന്നില്ല, മറ്റൊന്നായിട്ട് വരുമ്പോഴാവും എട്ടിൻ്റെ പണി കിട്ടുക. അപ്പോൾ പിന്നെ ഉള്ളത് അപ്പൊക്കെ മോറി വെച്ചാൽ അത്ര പണി തോന്നില്ല. അങ്ങനെ പിന്നെ എന്തായാലും പരത്തി വെച്ച പാത്രങ്ങളൊക്കെ മോറി അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടാ. എന്നാൽ പിന്നെ വേറെ പണിയില്ലല്ലോ, പിന്നെ അത് ഇരുന്ന് തിന്നാൽ മതി. അങ്ങനെ പിന്നെ ഞാനൊരാൾ ഒറ്റക്കുള്ളൂ, എനിക്കാട്ടോ നേരം പോകുന്നുമില്ല. മഴ ഇട്ടാൽ നല്ല പെയ്യുന്നുണ്ട്, പുറത്തൊക്കെ ഇറങ്ങണമെന്ന് കയറിയിട്ട മഴ പെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും മഴയൊക്കെ പെയ്യല്ലേന്ന് കരുതിയിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് നൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ മഴൻ്റെ പാട്ടിന് വെക്കണം കേട്ടോ. മഴയൊക്കെ പോയി ചെറിയ വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിരിക്കണം കേട്ടോ. മറ്റേ മഴക്കാറിൻ്റെ ഇതായാൽ ആകെ ഇട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്ത ഈ മഴക്കാർ വരുമ്പോൾ പെരങ്ങോട്ട് ഇട്ടുപിടിച്ചുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയായിക്കാരം കേട്ടോ. ഞാനാണല്ലോ നടന്ന് ലൈറ്റും ഫാനും ഇട്ട് വെച്ചടക്കും കേട്ടോ. പിന്നെ എന്തായാലും ഗ്യാസിൻ്റെ അവിടെ പിന്നെ കുറച്ച് ഉണ്ടാവുമല്ലോ, നമ്മൾ അവിടെ വെച്ചിട്ട് ഏതെല്ലാം കുക്കിംഗ് ഒക്കെ പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഉണ്ടാക്കിയ നൂഡിൽസ് തിന്നാൻ വേണ്ടി കൊലയ്മ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതാട്ടോ നൂഡിൽസ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ തൊള്ളി വെള്ളം വരും കേട്ടോ, സത്യം പറയാലോ. എനിക്കങ്ങനെ നൂഡിൽസ് അങ്ങനെ പെട്ടെന്ന് ചടക്കും കേട്ടോ, കാരണം നമ്മൾ മസാല ഇട്ട് വേവിച്ച് തിന്നുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് ഉണ്ടാക്കുമല്ലോ, ഇതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സാധാരണ നമ്മളിങ്ങനെ മസാലപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വേവിച്ച് തിന്നുമ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമാവലൊന്നുമില്ല കേട്ടോ. പകുതി തിന്നുമ്പോൾ തന്നെ ചടക്കും കേട്ടോ, മതിയാവും, പിന്നെ തിന്നണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല, പിന്നെ വേണോ വേണ്ട വെച്ചിട്ട് അങ്ങനെ തിന്നലേക്കാരം കേട്ടോ. ഇത് ഒരു രക്ഷയില്ല കേട്ടോ, തിന്നിട്ടും പൂതിയിടല്ല, പാത്രം കാലിയായത് ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ, സത്യം പറയാലോ. ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ട് പുതിയിട്ട് പറയണമെന്നൊന്നും നിങ്ങൾ വിചാരിച്ചിട്ട് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുള്ളൂ. തിന്നാൽ പൂതി കിടില്ല. ഏത് നൂഡിൽസ് പറ്റാത്ത കുട്ടികൾക്കാണെങ്കിലും തിന്ന് ചടച്ചവർക്കാണെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഉണ്ടാക്കി തിന്നാൻ തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ കൊലയിൽ വന്ന് നല്ല ആസ്വദിച്ചിരുന്ന് തിന്നാ കേട്ടോ. മഴയൊന്നും ഇല്ല കേട്ടോ, മഴ കണ്ടിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ നിന്നത്, മഴയൊക്കെ പെയ്ക്കണം. പിന്നെ മഴനെ കാത്തു നിന്നിട്ട് കാര്യമില്ല, നൂഡിൽസ് തണുത്താൽ പിന്നെ തൊള്ളേക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും നൂഡിൽസൊക്കെ ഇരുന്ന് ഞാൻ ആസ്വദിച്ച് തിന്നട്ടെ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കട്ടെ. അപ്പം ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇനി ആരും മടിച്ച് നിൽക്കണ്ട, എൻ്റെ മാതിരി മടിച്ച് നിന്നിട്ട് കാര്യമില്ല, ഒന്ന് ഉണ്ടാക്കി നോക്കി.